ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്നേഹ ഫുഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വാഴയ്ക്കപ്പിണ്ടി തോരനാണ്. ഇതുവരും എൻ്റെ വീഡിയോ കാണാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട്. ആദ്യം തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമുക്ക് വാഴപ്പിണ്ടി തോരൻ റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് നാര് വരും. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെ ചുറ്റി മാറ്റിയെടുക്കാം. ഇതുപോലെ വരുന്നതായിരിക്കും. ബാക്കിയുള്ള പീസും നമുക്ക് ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി വാഴക്കമ്പ് നമുക്ക് 3 പീസ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്കൊക്കെ വെച്ച അരിയില്ലേ, ഇഞ്ചിപ്പൊടിൻ്റെ ആ ഒരു കട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് തന്നെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. തന്നെ കടായി ചൂടായി വന്നതിന് ശേഷം 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വന്നതിന് ശേഷം 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്നിരിക്കുകയാണ്. 1 ഉള്ളിയുടെ ഹാഫ് ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായി ലൈറ്റ് ബ്രൗൺ കളറായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കമ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് കുക്കാൻ വേണ്ടി നമുക്ക് അടച്ചു വയ്ക്കാം ഒരു 2 മിനിറ്റ്. ഇനി വാഴയ്ക്കത്തോരന് ഇതിന് വേണ്ടിയിട്ടുള്ള കൂട്ട് തയ്യാറാക്കാം. 1 മൂടിയുടെ 1/2 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. 2 വെളുത്തുള്ളി, 3 പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകവും ചേർത്ത് നന്നായി ഒന്ന് ക്രഷ് ചെയ്തൊന്ന് എടുക്കാം. 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. ഈ രീതിയിൽ ക്രഷ് ചെയ്തെടുക്കാം. നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് എരിവെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് വാഴക്കമ്പിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കടുക് തളിച്ചെടുക്കാം. പൊട്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 2 വറമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വാഴക്കമ്പ് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള വാഴക്കമ്പ് തോരൻ റെഡി ആയിരിക്കുകയാണ്. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്യണേ. ഇതുവരും എൻ്റെ വീഡിയോ കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ ഫ്രണ്ട്സ്.